നവകേരള സദസ്സിന്റെ കൊല്ലം ജില്ലയിലെ ആദ്യ ദിവസത്തെ പര്യടനം പൂർത്തിയായി. ഇന്നത്തെ ആദ്യ 2 മണ്ഡലങ്ങളിലും തിരക്കിൽ നേരിയ കുറവുണ്ടായെങ്കിലും അവസാന മണ്ഡലമായ കുന്നത്തൂരിൽ അപ്രതീക്ഷിത ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. അമൽനാഥ് പാടിച്ചാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കൊല്ലം ജില്ലയിലെ നവകേരള സദസ്സിന്റെ ആദ്യ ദിവസത്തെ പര്യടനം പൂർത്തിയായിരിക്കുകയാണ്. ഏറ്റവും ആദ്യത്തെ മണ്ഡലം പത്തനാപുരം മണ്ഡലമായിരുന്നു. ശേഷം പുനലൂർ, കൊട്ടാരക്കര, ഏറ്റവും ഒടുവിലായി കുന്നത്തൂർ മണ്ഡലത്തിലായിരുന്നു പര്യടനം അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യ 2 മണ്ഡലങ്ങൾ എടുത്തു നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ജനത്തിരക്ക് കാണുവാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. എന്നാൽ അവസാനത്തെ 2 മണ്ഡലങ്ങളിലും വലിയ രീതിയിലുള്ള ജനത്തിരക്കുണ്ടായിരുന്നു. അതിൽ എടുത്തു പറയേണ്ടത് ഏറ്റവും അവസാനത്തെ മണ്ഡലമായ കുന്നത്തൂർ മണ്ഡലമായിരുന്നു. ഈ കുന്നത്തൂർ മണ്ഡലത്തിലേക്ക് വലിയ രീതിയിലുള്ള ജനത്തിരക്ക് തന്നെയായിരുന്നു കാണുവാൻ വേണ്ടി സാധിച്ചത്. ഒരു അപ്രതീക്ഷിത ജനമുന്നേറ്റം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം പെയ്ത മഴയാണ് ആദ്യ 2 മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ ജനത്തിരക്കിൽ ഒരു കുറവുണ്ടാകാൻ കാരണമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതേസമയം തന്നെ ഇന്നത്തെ ഓരോ മണ്ഡലത്തിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണർക്കെതിരെ രൂക്ഷമായ പരാമർശങ്ങൾ തന്നെയായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. പത്രസമ്മേളനത്തിലും ഇത്തരം കാര്യങ്ങൾ തന്നെയായിരുന്നു മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായ അതേ സമാനമായ സാഹചര്യം തന്നെയായിരുന്നു. അതായത് ഗവർണർ മനഃപൂർവ്വം വിദ്യാർത്ഥികളെ പ്രകോപിപ്പിക്കുകയാണ്. ഒരു പക്വതയില്ലാത്ത പരാമർശങ്ങൾ അല്ലെങ്കിൽ പക്വതയില്ലാത്ത കാര്യങ്ങളാണ് നിലവിൽ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത്. അതേസമയം തന്നെ കേരള സംസ്ഥാനം എന്ന് പറയുന്നത് സമാധാന അന്തരീക്ഷം പുലർത്തുന്ന സംസ്ഥാനമാണ്. പക്ഷേ ഗവർണർ നിലവിൽ ഈ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനു പിന്നിൽ RSSും BJPയുമാണ് എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിന്റെ പ്രധാന കാരണം നിലവിൽ RSSനോ BJPക്കോ കേരളത്തിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ഒരു അപ്രീതി നിലവിൽ കേരളത്തോട് അവർക്കുണ്ട്. അതുതന്നെയാണ് ഇത്തരത്തിൽ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുവാൻ വേണ്ടി RSSും BJPയും ശ്രമിക്കുന്നതിന്റെ പ്രധാന കാരണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ, അതായത് കേന്ദ്ര സർക്കാർ നിലവിൽ കേരളത്തോട് ചെയ്യുന്ന ക്രൂരതകൾക്കെതിരെ, കേരളത്തിന് നിലവിൽ ഒരു ആനുകൂല്യങ്ങളും നൽകാത്തതിനെതിരെ പ്രതിപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് നിലവിൽ ഒരു തരത്തിലുമുള്ള നടപടികളും സ്വീകരിക്കുന്നില്ല. അവരോട് അനുകൂലമായ സമീപനമാണ് നിലവിൽ കോൺഗ്രസ് പുലർത്തുന്നത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. അതേസമയം തന്നെ മുഖ്യമന്ത്രിയുടെ ഗൺമാന് എതിരെയുള്ള ചോദ്യങ്ങളും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉയർന്നിരുന്നു. എന്നാൽ വീണ്ടും മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നത് ഗൺമാനെ അനുകൂലിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇത്തരത്തിൽ തന്റെ ഗൺമാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുന്നതായി താൻ നേരിട്ടോ ദൃശ്യമാധ്യമങ്ങൾ വഴിയോ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ വീണ്ടും ദൃശ്യമാധ്യമങ്ങളുടെ പരിശോധിക്കുവാൻ താൻ തയ്യാറല്ല എന്ന രീതിയിലുള്ള പരാമർശങ്ങളും മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ നിലവിൽ ഇപ്പോൾ നവകേരള സദസ്സ് കൊല്ലം ജില്ലയിൽ പുരോഗമിക്കുമ്പോഴും പ്രതിപക്ഷ യുവജന സംഘടനകളുടെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തുടരുന്നുണ്ട്. ഇന്നും കൊട്ടാരക്കരയിൽ സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നിലനിന്നിരുന്നു. കൊല്ലം ജില്ലയിൽ 3 ദിവസങ്ങളിലായാണ് നവകേരള സദസ്സ് പുരോഗമിക്കുക. ഇനിയും 2 ദിവസങ്ങളിലായി സദസ്സ് പുരോഗമിക്കും. ഈ 3 ദിവസങ്ങളിലായി 11 മണ്ഡലങ്ങളിലൂടെയാകും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പര്യടനം നടത്തുക. ഒപ്പം തന്നെ നവകേരള സദസ്സിലെ ഏറ്റവും അവസാനത്തെ മന്ത്രിസഭാ യോഗം ബുധനാഴ്ചയോടുകൂടി കൊല്ലം ജില്ലയിൽ ചേരുകയും ചെയ്യും. നവകേരള സദസ്സിനായി കൊല്ലം കടയ്ക്കൽ പീഡിയ ക്ഷേത്ര മൈതാനത്ത് തയ്യാറാക്കിയ വേദി മാറ്റി. ഇക്കാര്യം സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ബുധനാഴ്ച നടത്തേണ്ട സദസ്സിന്റെ വേദിയാണ് മാറ്റിയത്. സദസ്സിനായി മൈതാനത്ത് നടത്തിയ താൽക്കാലിക നിർമ്മിതികൾ പൊളിച്ചു നീക്കാൻ കളക്ടർക്ക് സർക്കാർ നിർദ്ദേശം നൽകി. നവകേരള സദസ്സിന് ക്ഷേത്ര